മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നമുക്ക് നൽകിയ സന്ദേശം ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത് എന്ന് ഖായിദെ മില്ലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് യുവതലമുറയോട് പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതിയിൽ മുസ്ലിം ലീഗ് അവരെ അഭിസംബോധന ചെയ്തത്. നിങ്ങൾക്കറിയാം, 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാനത്ത് നടന്നത്. ഒന്ന്, ഗ്രാമതലത്തിൽ പുതിയ ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടി, പഴയ തലമുറയെയും വിളിച്ചുകൂട്ടി കേരളത്തിലെ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ നവോത്ഥാനം 60 മിനിറ്റ് കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ ആശയങ്ങൾ പരസ്പരം പങ്കുവെച്ച് പിരിഞ്ഞ ഗ്രാമവിചാരങ്ങൾ, ആ ഗ്രാമവിചാരത്തെ തുടർന്ന് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ മണ്ഡലം തലത്തിലുള്ള സംഗമം, അതും കഴിഞ്ഞ് 3ാമത് സംസ്ഥാന തലത്തിലുള്ള ഈ സമാപനം. ഈ സമാപനത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചപ്പോ ഞങ്ങളുടെ മുന്നിൽ ഉയർന്നു വന്ന ഒരാശയം, ഈ സമാപനത്തിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു ചുവടുവെപ്പ് കൂടി ഉണ്ടാവണം എന്ന് ഞങ്ങൾ കരുതി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതിനിധികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. തീർന്നില്ല, ഇന്ത്യയിലെ പ്രഗത്ഭമായ 5 സർവകലാശാലകളിൽ നിന്നും ഞങ്ങൾ പ്രവർത്തകന്മാരെ കൊണ്ടുവന്നു, പ്രതിനിധികളായിട്ട് കൊണ്ടുവന്നു. എറണാകുളത്ത് നിന്ന് ഒരു യാത്ര നടത്തി കോഴിക്കോട് വരെ. ഇവിടെ മുസ്ലിം ലീഗ് വളർന്ന് പടർന്ന് പന്തലിക്കുവാനിടയായ സാഹചര്യങ്ങൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ചരിത്രം, നമ്മളുടെ മഹിമ, നമ്മളുടെ വളർച്ച, നമ്മളുടെ പുരോഗതി എല്ലാം നേരിട്ട് അവരെ കാണിച്ചു കൊടുത്തു. ഇന്നിവിടെ വന്ന പ്രതിനിധികൾ അവർ ഇവിടെ നമ്മൾ നടത്തിയ ചരിത്രപരമായ ഈ ദൗത്യം അവരെ വല്ലാതെ ഉത്സുകരാക്കിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയാണ് ഈ ക്യാമ്പയിൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ക്യാമ്പയിന്റെ സമാപനത്തിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, ഇന്ന് മുസ്ലിം യൂത്ത് ലീഗുകാരന് ഒരു പ്രതലം രൂപപ്പെട്ട് വന്നിരിക്കുകയാണ്. ദേശീയ തലത്തിൽ ഒരു പ്രതലം. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ മുസ്ലിം യൂത്ത് ലീഗുകാർക്ക് പരസ്പരം വിളിക്കുവാനും സൗഹൃദങ്ങൾ പങ്കുവെക്കുവാനുമുള്ള ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി ഇവർ ഞങ്ങളുടെ കൂടെയാണ്. ഇന്ന് സാഹോദര്യങ്ങൾ പരസ്പരം പങ്കുവെച്ച് ഞങ്ങൾ പിരിയുമ്പോ തങ്ങളുടെ നാട്ടിൽ പോയി ഈ ഹരിത പതാക അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ പ്രതിനിധികൾ നടത്തുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം അവരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അവരിത് നേരിട്ട് നോക്കിക്കണ്ട് അനുഭവവേദ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിനിധികൾ നാളെ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് മുസ്ലിം യുവസമൂഹത്തിനിടയിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ആദർശ ആശയങ്ങൾ പ്രചരിപ്പിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തെല്ലും സംശയമില്ല. ഇവിടെ നമുക്കറിയാം, മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഇത് ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു ഘട്ടമാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ നമുക്ക് മുമ്പേ കടന്നുപോയ നേതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുകയാണ്. ഖായിദെ മില്ലത്തിനെ പോലെ, ബാഫക്കി തങ്ങളെ പോലെ, പൂക്കോയ തങ്ങളെ പോലെ, സീതി സാഹിബിനെ പോലെ, CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെ, ബനാത്ത് വാല സാഹിബിനെ പോലെ, അവസാനം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാമായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ കടന്നുപോയവർ ഒരുപാടാണ്. ശിഹാബ് തങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മൾ ഈ കടപ്പുറത്ത് ഇതിനു മുമ്പ് ഒരുപാട് തവണ സമ്മേളിച്ചിട്ടുണ്ട്. അങ്ങനെ സമ്മേളിച്ചപ്പോഴൊക്കെ ആ മഹാനായ നേതാവിന്റെ സാന്നിധ്യം ഇവിടെ നമുക്കുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ശിഹാബ് തങ്ങൾ നമ്മളോട് വിട പറഞ്ഞെങ്കിലും കേരളത്തിലും ഇന്ത്യയിലും ശിഹാബ് തങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയാദർശം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവാൻ ഇന്ത്യയിലെ, കേരളത്തിലെ മുസ്ലിം യുവസമൂഹത്തിന് ശക്തി പകരുന്ന ഒന്നുകൂടിയാണ് ഈ സമ്മേളനം. ശിഹാബ് തങ്ങൾക്ക് പിന്നാലെ ചരിത്രത്തിന്റെ ഒരു അനിവാര്യത പോലെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇന്ന് നമ്മുടെ നേതൃപദവിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ തടിച്ചുകൂടിയ ഈ പാരാവാരം പോലെയുള്ള യുവസമൂഹം പ്രഖ്യാപിക്കുന്നത് ഏത് പ്രതിസന്ധികൾ തരണം ചെയ്യാനും ഈ യുവസമൂഹത്തിന്റെ കലവറയില്ലാത്ത പിന്തുണ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കുണ്ടാകുമെന്നുള്ളതാണ് ഈ ക്യാമ്പയിന്റെ ഒരു പ്രഖ്യാപനം. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് മുസ്ലിം യൂത്ത് ലീഗ് ശക്തി പ്രാപിക്കുമ്പോ പൊതുസമൂഹം ആശ്വസിക്കുകയാണ്. കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോ യൂത്ത് ലീഗിന്റെ തെളിമയും നന്മയും മുസ്ലിം ലീഗ് ആദർശത്തിന്റെ വിശുദ്ധിയും കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് അനുഭവിക്കുകയാണ്.
ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളുടെ ഈ ക്യാമ്പയിൻ നടക്കുന്നത്. നമുക്കറിയാം, ഇവിടെ തീവ്രവാദത്തിന്റെ കേന്ദ്രമായി കേരളം ചിത്രീകരിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നമ്മളാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ രാഷ്ട്രീയ പ്രബുദ്ധത. ആ രാഷ്ട്രീയ പ്രബുദ്ധതയെ തകർത്ത് കേരളം ഒരു തീവ്രവാദത്തിന്റെ കേന്ദ്രമായി മാറുന്നതിൽ നമുക്ക് പ്രയാസമുണ്ട്. അതിന് മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ ഇവിടെ നടത്തുന്നത്. ഇന്ന് കേരളം കാണുന്ന ഈ ദുരന്തപൂർണമായ സാഹചര്യങ്ങൾക്ക് ലീഗിന് പകരം കടന്നു വന്നവരെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ദുരന്തം കൂടിയാണ് നമ്മൾ കാണുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്കറിയാം, ഞങ്ങൾ ഇങ്ങനെ നിർമ്മാണാത്മകമായ ഒരു സന്ദേശവുമായി കടന്നു വന്നപ്പോ ഇന്ന് കേരളത്തിൽ ഒരു മാഫിയ ഭരണമാണ് നടക്കുന്നത്. കേരളത്തിൽ ഒരു മാഫിയ ഭരണം നടക്കുകയാണ്. ഇവിടുത്തെ യുവജന സംഘടനകൾ, ഇടതുപക്ഷ യുവജന സംഘടനകൾ ആ മാഫിയ ഭരണത്തിന്, അവരുടെ മാഫിയ സംസ്കാരത്തിന് ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസക്തി. അവിടെയാണ് ജനാധിപത്യ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രസക്തി. ഞാൻ കൂടുതലായി പറയുന്നില്ല, ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ. നമുക്കറിയാം, ചെങ്ങറയിൽ പാവപ്പെട്ട ആദിവാസികളെ ആട്ടിയോടിച്ച് അവരുടെ മണ്ണിൽ നിന്ന് ഓടിക്കാനുള്ള ശ്രമമുണ്ടായപ്പോ ആ ചെങ്ങറയിലെ ആദിവാസികളെ ഓടിക്കാൻ ഹാരിസൺ മുതലാളിയുടെ കൂടെ നിൽക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐ ചെയ്തതെങ്കിൽ, ആ ആദിവാസികൾക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവർക്ക് ഭക്ഷണവും സഹായങ്ങളുമായി മരുന്നുമായി ആ സമരഭൂമിയിലേക്ക് കടന്നു പോവുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് ചെയ്തത്. അതാണ് ആ വ്യത്യാസം. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിൽ ഭരണം ലഭിച്ചപ്പോ ഇവിടുത്തെ പാഠപുസ്തകങ്ങൾ തങ്ങളുടെ ചുവപ്പ് സാഹിത്യങ്ങൾ നിറച്ച് ഇവിടെ ഒരു വലിയ മസ്തിഷ്ക പ്രശ്ചാളനം നടത്താൻ മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തെ ഉപയോഗിക്കുകയുണ്ടായി. വിവാദ പാഠപുസ്തക പ്രശ്നമുണ്ടായപ്പോ മുസ്ലിം ലീഗ് ഉയർത്തിയ സമരാഗ്നി ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരശക്തി ആർക്കും വിസ്മരിക്കാൻ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞു, ആ പുസ്തകത്തിൽ നിന്ന് ഒരു വരി പോലും മാറ്റുന്ന പ്രശ്നമില്ല എന്ന്. പക്ഷേ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരത്തിന് മുമ്പിൽ വരികൾ പലത് മാറ്റി എന്ന് മാത്രമല്ല, ആ പാഠപുസ്തകത്തിലെ പാഠം തന്നെ മാറ്റേണ്ട ഗതികേട് ഭരണകൂടത്തിനുണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ദീർഘമായി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം, ഇത് കേരളത്തിന് ശാപമായി മാറിയ ഒരു ഭരണകൂടമാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ നമ്മൾ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊരു സമരമല്ല, ക്യാമ്പയിൻ ആണെങ്കിലും ഇനി വരാനിരിക്കുന്ന സമയം എല്ലാ നിലക്കും കേരള ജനതയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന അച്യുതാനന്ദന്റെ ഭരണത്തിന്റെ നാളുകൾ എണ്ണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിലേക്ക് കൂടി മുസ്ലിം യുവത ശക്തമായി തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്ന ആഹ്വാനമാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ നൽകുന്നത്. പിന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് ദേശീയ തലത്തിലേക്കുള്ള ഒരു പുതിയ കാൽവെപ്പാണ്. ആ കാൽവെപ്പ് ഇവിടെ ഞങ്ങൾ നടത്തുമ്പോ ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ 5 പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പ്രതിനിധികളെ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തിയത്.